വന്നിരിക്കുന്നത് മതിലകത്തുള്ള ഹസീനത്തയുടെ കാക്ടസിൻ്റെ ഗാർഡനിലാണ് കേട്ടോ. ഒരു 20 വർഷമായിട്ട് ഹസീനത്ത നടത്തുന്ന കാക്ടസിൻ്റെ ഗാർഡനായത്. ഇവിടെ 50 രൂപ തുടങ്ങി 50,000 രൂപ വരെയും വിലയുള്ള കാക്ടസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കാക്ടസ് ചെടികളൊന്ന് കണ്ടാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ഈ കാക്ടസ് ചെടികളൊക്കെ ഒന്ന് നോക്കിയേ. 1000 വെറൈറ്റി കാക്ടസ് ചെടികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ വെറൈറ്റികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത പോലത്തെ വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് തന്നെ നോക്കിയേ, ഇത് പെൻസിൽ കാക്ടസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ പേരുകൾ കിട്ടണേ, അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇത് നോക്കിയേ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നോക്ക്, ഇതുമ്മേ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നമ്മൾ ഇതുമ്മേ തൊട്ട് കഴിഞ്ഞാൽ ഇതുമ്മേ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് കേട്ടോ. പണ്ടത്തെ കള്ളിമുൾ ചെടികളാണിത്. ഇത് വെരിഗേറ്റഡ് ഇനമാണെന്ന് മാത്രം. എല്ലാ ചെടികളും തായ്ലാൻഡിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ വെറൈറ്റികളാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇതൊരു പ്രത്യേക ഇത് കണ്ടോ, വളരെ ചെറിയ കാക്ടസ് ചെടി. ഈ ചെടിയുടെ പേര് നോക്കി, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ പേര് മാമിലാറം എന്നാണ്. വായിക്കാൻ തന്നെ എനിക്ക് കിട്ടണില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ തൈക്കൾ വന്നേക്കണുണ്ടോ, ചെടിയുടെ തൈക്കൾ. ഈ തൈക്കൾ അടർത്തിയെടുത്താട്ടോ നടണത്. ഒരുപാട് വന്നിട്ടുണ്ട് തൈക്കൾ. ഇത് ഒത്തിരി വിലയുള്ള ചെടിയാട്ടോ, യൂഫോർബിയ വെരിഗേറ്റഡ് ആണിത്. ഇത് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് കാണാനായിട്ട്. യൂഫോർബിയ വെരിഗേറ്റഡ്. പിന്നെ യൂഫോർബിയ കാക്ടസ് ചെടികളുമ്പോൾ പൂവുണ്ടാവും കേട്ടോ. ആ പൂവ് പോയി കഴിയുമ്പോൾ അതിലെ വിത്ത് നമ്മുടെ ചീരയുടെ അരി പോലെ ഇരിക്കും അതിൻ്റെ വിത്തുകൾ. ആ വിത്തുകൾ പാകിയാണ് തൈക്കൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടർത്തിയെടുത്തും നമുക്ക് കുഞ്ഞി തൈക്കൾ അടർത്തിയെടുത്തും നടാട്ടോ. യൂഫോർബിയ ലാക്റ്റിയ എന്ന് പറയും. അവിടെ കണ്ടത് യൂഫോർബിയ വെരിഗേറ്റഡ് ആണ്. ഇത് കുറച്ചും കൂടി ഇലകൾ വലുതാണ്. ഇത് കണ്ടോ, ഇത് ഒത്തിരി വിലയുള്ള ചെടിയാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിൻ്റെ പൂക്കൾ വന്നേക്കണം നോക്കിയാൽ ചെറിയ ചെറിയ റെഡ് പൂവ്. ചെടികൾ വരണ്ട കാലാവസ്ഥയിൽ വളരണതാണല്ലോ. ഇത് സക്യുലൻ്റ് വിഭാഗത്തിൽ പെട്ടതാട്ടോ. ഇതിൽ ജലാംശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരുപാട് നഷ്ടം ഈ മുള്ളുകൾ രൂപപ്പെട്ടേക്കണേന്നാണ് പറയണത്. നമ്മൾ ഇതിൻ്റെ നനയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് നനയ്ക്കുമ്പോൾ ചെടിയുമയോ പൂവുമയോ കൊള്ളാൻ പാടില്ല. ഈ നനയ്ക്കണത് നമ്മളെപ്പോഴും മണ്ണിൽ മാത്രമേ നനയ്ക്കാവൂ. മണ്ണ് നല്ല ഡ്രൈ ആയതിന് ശേഷം വേണം ഈ ചെടികൾ നനയ്ക്കാനായിട്ട്. ഇപ്പോൾ പണ്ടൊക്കെ വലിയ കാക്ടസ് ചെടികൾ വലിയ വലിപ്പത്തിലല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് മിനിയേച്ചർ രൂപത്തിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ചെടികൾ മുഴുവനും. നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം, പക്ഷേ ഇതിന് കുറച്ച് വെളിച്ചം കിട്ടണം. നമ്മൾ ഈ കാക്ടസ് കണ്ടോ, നല്ല പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കണ്ടോ, മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞു പോകും. നമുക്ക് വനിതകൾക്ക്, അതായത് വീട്ടമ്മമാർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് ഈ കാക്ടസ് ചെടികൾ. കാരണം നമ്മൾ ഒരാഴ്ച നനച്ചില്ലെങ്കിലും ഈ ചെടികൾക്കൊന്നും സംഭവിക്കില്ല. നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വനിതകൾക്ക് പറ്റിയ ഒരു തൊഴിലാട്ടോ ഇത്. ഹസീനത്തയ്ക്ക് ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കാക്ടസ് ചെടി പിടിച്ചതിന്. ഇതുമ്മ ഇലകൾ വന്നേക്കണം നോക്കിയേ. മുള്ളുമ്മേന്നാണ് ആ ഇല വന്നേക്കണേ കേട്ടോ. ഇതൊരു പ്രത്യേക ടൈപ്പ് കാക്ടസാണ്. കാക്ടസിൻ്റെ ചെറിയ ചെറിയ ഇതളുകൾ നട്ടേക്കണേ കേട്ടോ. നോക്കി എത്ര ഉണ്ടായേക്കണേന്ന് നോക്കി. ഇത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടിംഗ് മിക്സ്, നല്ല മണലും മണ്ണും ചകിരിച്ചോറ്, എല്ലുപൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്താണ് ഇത് നടണത്. പിന്നെ ഒരു 3 മാസത്തേക്ക് നമ്മളിതിന് വളമൊന്നും കൊടുക്കണ്ട. 45 ദിവസം കൂടുമ്പോഴാണ് ഇതിന് വളങ്ങൾ കൊടുത്താൽ മതി. പിന്നെ നല്ല വളർച്ച കിട്ടാനായിട്ട് 19 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ തൈക്കൾ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണേ കേട്ടോ. നമുക്കിത് ഇതുണ്ടോ, ഡ്രൈ ആയിരിക്കണേ മണ്ണൊക്കെ. നോക്കിയേ ഈ കാക്ടസ്, ഇത് സ്നോ കാക്ടസ്. സ്നോ പോലെ തോന്നൂലേ കണ്ടിട്ടുണ്ടെങ്കിൽ? ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, റൗണ്ടിൽ. ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് നോക്കിയേ, ഒരു പ്രത്യേക ടൈപ്പ്. എല്ലാം ഓരോന്നും ഓരോ വെറൈറ്റികളാണ് കാക്ടസ്.
ഇതിലേറിയ ഹൈനിയാനാന്ന് വായിക്കാൻ പോലും കിട്ടണില്ല കേട്ടോ. ഇതതിൻ്റെ ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, മുള്ളല്ല അത്. ഇതൊക്കെയാണ് ഭയങ്കര മുള്ള്. ഈ കാക്ടസ് ഉണ്ട്, ഇതുമേയും പൂക്കളുണ്ടായി വന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാട്ടോ ഇതുമ്മ നിറയെ പൂക്കൾ ഉണ്ടാകണേ. നല്ല വെയിലുള്ള സമയത്താണ് ഇതുമ്മ പൂക്കൾ ഉണ്ടാവാറ്. ഇത് കാക്ടസ് സ്നേക്ക് എന്ന് പറയും. നോക്കി, പാമ്പിൻ്റെ പോലെ തോന്നണില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ? കാക്ടസ് സ്നേക്ക്. ഓരോന്നും ഒരേ വെറൈറ്റി, 1000 വെറൈറ്റി ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കാക്ടസിൻ്റെ പേര് മങ്കി ടെയിൽ എന്നാട്ടോ. ഇത് മങ്കിയുടെ ടെയിൽ പോലെ തോന്നണല്ലേ നമുക്ക് കണ്ടിട്ട്? മങ്കി ടെയിൽ. കാക്ടസുമേയും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അതേനെ 1-2 പൂവുണ്ടായിട്ടുണ്ട്. ഇത് യൂഫോർബിയ ഇനാട്ടോ ഈ കാക്ടസ്. പേര് കിട്ടണില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും. പേര് എഴുതി വെച്ചതാണ് ഞാൻ പറയണത്, എനിക്കല്ലാതെ പേരുകളൊന്നും അറിയില്ല. ഈ കാക്ടസിൻ്റെ പൂ നോക്കിയേ. ഈ ഒരു കാക്ടസ് നട്ട് കഴിഞ്ഞാൽ ഇത് 1-2 വർഷം കൊണ്ടാണ് ഇതുമേ ഇളപ്പുകൾ ഉണ്ടായി ഇത്രയും തൈക്കൾ ഉണ്ടാവണേ. അപ്പോൾ ഇത് ഓരോന്നും അടർത്തിയെടുത്ത് ഒരുപാട് തൈക്കൾ ഉണ്ടാക്കാം. ഞാനിന്ന് കാക്ടസ് ചെടികളെ കുറിച്ച് പറഞ്ഞ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഹസീനത്ത പറഞ്ഞു തന്നതാണ് ഞാൻ പറഞ്ഞത്. ഹസീനത്ത കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇവിടെ വരാഞ്ഞ്. ഇത് മതിലകത്തുള്ള ഹസീനത്തയുടെ ഗാർഡനാണ്. അപ്പോൾ ഹസീനത്ത പറഞ്ഞത് ഇതിൻ്റെ നനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. കാരണം വെള്ളം ഒരാഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നനച്ചാൽ മതി. മഴക്കാലത്ത് 2 ആഴ്ചയിലൊരിക്കൽ നനച്ചാൽ മതി. ഇതിന് നല്ല സൂര്യപ്രകാശം വേണം, പക്ഷെ വെയിൽ നേരിട്ടടിക്കാൻ പാടില്ല. നല്ല എയർ സർക്കുലേഷനും വേണം. പിന്നെ നന നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയത് ചീഞ്ഞു പോകും. ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ 19-19-19 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് വളരും. പിന്നെ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെയാണ് ഇത് നടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാക്ടസ് ചെടികളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കാണണം. ഈ ഹസീനത്തയുടെ നമ്പർ ഞാൻ കൊടുക്കാം, ആവശ്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.